ഹലോ, ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും പറയാണ് PPT അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ PDF ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ്, വീഡിയോസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റോറേജ് എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്ന നിലയിലോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഏത് ഗൂഗിൾ അക്കൗണ്ടിലാണോ, ഗൂഗിൾ ഡ്രൈവിലേക്കാണോ നിങ്ങൾക്ക് സാധനം അപ്ലോഡ് ചെയ്യേണ്ടത്, അതേ ഗൂഗിളിന്റെ മെയിൽ ID വെച്ചിട്ട് നിങ്ങൾ ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും. ഏതാണോ മെയിൽ IDന്റെ പ്രൊഫൈൽ പിക്കോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനടുത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം ഒരു 4 ഡോട്ട് ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഗൂഗിൾ ആപ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ താഴെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിൽ ഡ്രൈവ് എന്നുള്ളത് എടുക്കാം. ഓക്കെ, ഡ്രൈവ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിൽ കാണാം. അങ്ങനെ വലിയ പ്ലസ് എന്ന് പറയുന്ന ഈ വലിയ പ്ലസ് അമർത്താം. ഓക്കെ, ന്യൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം, അതേപോലെ തന്നെ ഫോൾഡർ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം അല്ലെ. അപ്പൊ അതിൽ ഫയൽ അപ്ലോഡ് എന്ന് പറയുന്നത് എടുക്കാം. ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് എനിക്കിപ്പം ഈ ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു പിക്ചറാണ് എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഓപ്പൺ അടിക്കാം. ഓക്കെ, അതല്ല എനിക്കിപ്പോൾ ഇവിടെയുള്ള PDF ആണ് അല്ലെങ്കിൽ PPT ആണ്, ഏത് വേണമെങ്കിലും എനിക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ട ഒരു ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ അതിനർത്ഥം ഇതിൽ അപ്ലോഡ് ആയി എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് റീസെന്റിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. റീസെന്റിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ റീസെന്റിൽ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അത് കാണാം. എന്നിട്ട് നിങ്ങൾ ഇവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയർ എന്നുള്ളത് കാണാൻ പറ്റും. കണ്ടോ, ഷെയർ. ഈ ഷെയറിൽ പോയിട്ടുണ്ടെങ്കിൽ ഷെയർ എന്നുള്ളതിൽ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു നിങ്ങളുടെ മെയിൽ IDയും അതേപോലെ തന്നെ അതേപോലെ നിങ്ങൾക്ക് ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. അത് ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിവൺ വിത്ത് ലിങ്ക് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് എന്ന് കാണിക്കാം. അപ്പൊ റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും നമുക്കത് എന്തെങ്കിലും ലിങ്ക് മാത്രമാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ആക്സസ് ആവില്ല. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ എനിവൺ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിവൺ വിത്ത് ലിങ്ക് കൊടുക്കാം. ഓക്കെ, എനിവൺ വിത്ത് ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് ആയിട്ടുള്ള ലിങ്ക് നിങ്ങൾ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ലിങ്ക് കയ്യിലെത്തിപ്പെട്ടിട്ടില്ല എല്ലാവർക്കും ഇത് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യൂവർ അല്ലെങ്കിൽ കമന്റർ, എഡിറ്റർ എന്നുള്ളതൊക്കെ മാറ്റി കൊടുക്കാം. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് വ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ വ്യൂ മാത്രം അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഏതാണ് ഡോക്യുമെന്റ് ഷെയർ ചെയ്തിട്ടുള്ളത് അതിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഡൺ എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ പിന്നെ നിങ്ങൾ ഈ ഷെയറിൽ കൊടുത്തിട്ടുള്ള ഈ കോപ്പി ലിങ്ക് ഇല്ലേ, ആ കോപ്പി ലിങ്ക് എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടില്ല, അതിന്റെ സൈഡിൽ കോപ്പി ലിങ്ക്, ഒന്നുകിൽ ആ കോപ്പി ലിങ്ക് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ കോപ്പി ലിങ്ക് കോപ്പി ചെയ്യാം. അപ്പൊ ആ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് എവിടെയാണോ നിങ്ങൾ പേസ്റ്റ് ചെയ്യുന്നത് അവർക്ക് അത് ആക്സസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഫയൽസ്, ഫോൾഡേഴ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫോൾഡർ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഫയൽസ് ഉണ്ട്. പക്ഷെ ആ ഫയലൊക്കെ നിങ്ങൾക്ക് ഓരോന്ന് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫോൾഡർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾഡർ ഒന്നായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ എനിക്കിപ്പം എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഈ SC എന്ന് പറയുന്ന ഫോൾഡറാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അപ്ലോഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 18 ഫയൽസും എന്ത് ചെയ്യും, ഇതിൽ അപ്ലോഡ് ആവും. ഓക്കെ, 18 ഫയൽസ് അപ്ലോഡ് ആയിട്ട് അതേ ഫോൾഡർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 18 ഫയൽസും ഫോൾഡ് ചെയ്ത് വരുന്ന കണ്ടോ, ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം അത്രയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.